കേരളത്തിൽ സമീപകാലത്ത് നടന്ന ബലാത്സംഗങ്ങൾ, ഗർഭഛിദ്രം ഇവയെല്ലാം പരസ്പര സമ്മതത്തോടെ ആയിരുന്നു എന്നും അതിൻ്റെ പിന്നാലെ നടന്ന അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്നതും കോടതി വിധികളിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ്. ദുബൈ കേന്ദ്രമായി നടന്ന ഗൂഢാലോചന, അമ്മയുടെ ജന്മദിനം, പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവൻ ട്രാപ്പായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാലക്കാട് MLA സമീപിച്ചത് തിരുവനന്തപുരം, ഗോകർണം, പിന്നെ വിദേശത്തുള്ളവർ വരെ. എന്തേ പാലക്കാട് MLA ദിവ്യനായിരുന്നോ? 3 കേസുകളിലും അയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ പൊതുജനം ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഒരു പാർട്ടിയുടെ അജണ്ട ആയിരുന്നു എന്നെ നിശബ്ദയാക്കുക എന്നത്. ആരുടെയും പേരോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്തില്ല എങ്കിലും സത്യസന്ധമായി ഒരു പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫോണിൽ പറഞ്ഞത് അയാളുടെ അവസ്ഥയായിരുന്നു. 6 വർഷം പ്രേമിച്ച പെണ്ണിനെ 20 ലക്ഷം കടം മേടിച്ചു കല്യാണം കഴിച്ചു. അവൾ ചതിച്ചു, ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് മാധ്യമങ്ങളെയോ മുഖ്യമന്ത്രിയെയോ കാണാനല്ല, സിവിൽ കേസ് ഫയൽ ചെയ്യാം, ഒച്ചപ്പാടുകൾ വേണ്ട, കൂടെ നിൽക്കാം, നീ ധൈര്യമായി ഇരിക്കൂ എന്ന് മാത്രമാണ്. അയാൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമുള്ള ഒരുവിധം അഭിഭാഷകരെ മുഴുവൻ കണ്ടു എന്ന് പലരിൽ നിന്നും മനസ്സിലായി. ഒപ്പം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയെയും കണ്ടിരുന്നു എന്ന് മാഡം ഇന്നലെ സ്ഥിരീകരിക്കുകയുണ്ടായി. പിന്നീട് അയാൾ മുഖം മൂടി ഇല്ലാതെ മീഡിയയുടെ മുന്നിൽ വന്ന് ഞാൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രി പരിഗണിച്ചില്ല എന്നും പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ പേരും നാളും ഇല്ലാതെ ഇട്ട പോസ്റ്റിൽ വ്യാജ റാപ്പിൻ്റെ കഥകൾ മെനയുന്ന സ്ത്രീ വിവാഹിത ആണെന്ന് പരസ്യമായി പറഞ്ഞിട്ടും അവരുടെ ഉദ്ദേശം നന്നായി അറിയാമായിരുന്നിട്ടും മനോരമയുടെ ചാനൽ ചർച്ചയിലെ എൻ്റെ എഴുത്തുകളിലോ ഇവർ ആരാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ ഇവർ വിവാഹിത ആണെന്ന് വെളിപ്പെടുത്തിയത് ഒരു കള്ളത്തരത്തിൻ്റെ മഞ്ഞുമല ഇടിഞ്ഞു വീഴാൻ കാരണമായി. നവംബർ 27 വൈകിട്ട് 6 മണിക്ക് അത് സംഭവിച്ചു. കാരണം ഒളിവിൽ ഇരുന്ന് സമൂഹത്തിൽ എന്നുമെന്നും പുതിയ വാർത്തകൾ, മാധ്യമങ്ങൾ വഴി വെറുപ്പ് സൃഷ്ടിച്ച ആ കഥ അവിടെ തീർന്നു. ഒരു സ്ത്രീ ഔദ്യോഗികമായി രാഹുൽ ക്രൂര ബലാത്സംഗം ചെയ്തതായി പരാതി നൽകി. പക്ഷേ പിന്നിൽ നടന്ന മറ്റ് കളികൾ. ഡൽഹി കേന്ദ്രമാക്കി ഒരു മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനും ഏറാൻ മൂളിയുമാണ് അഡ്മിൻ. അയാൾ എഴുതിക്കൊടുത്ത നീചമായ വാക്കുകൾ കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഭരണപാർട്ടിയിലേക്ക് ചാടി രാഹുലിൻ്റെ മുഖ്യശത്രു എന്ന് വെല്ലുവിളി നടത്തി ഡോക്ടർ വളരെ മോശമായി എന്നെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അയാളെ ഞാൻ 27 വിളിക്കുന്നു. ഫോൺ എടുത്ത ഉടനെ ഡോക്ടർ പറഞ്ഞത് ഞാൻ ദീപയാണ്. ഫോൺ റെക്കോർഡിലാണ്. അതിന് താങ്കൾ പല അനാവശ്യങ്ങളും എന്നെക്കുറിച്ച് ഇൻഡയറക്റ്റായി ഫേസ്ബുക്കിൽ എഴുതി കണ്ടു. നിങ്ങൾക്കുള്ളത് കൂടുതൽ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതും നിങ്ങളെ തേടിയെത്തും. താങ്കൾ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യൂ എന്ന് എന്നെ അത് ബാധിക്കില്ല. അത് കാരണം അത് കാണാം. ഇതാണ് നമ്പർ അല്ലേ? ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ എന്നോട് വെല്ലുവിളി നടത്തിയ സംഭാഷണം. ഇത് നവംബർ 27 പിന്നീട് ഡിസംബർ 1 ദുബായ് എത്തിയപ്പോൾ ആണ് ഞാൻ 2ാം പ്രതിയാണെന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. നവംബർ 4 വത്തിക്കാനിൽ നിന്ന് വന്ന ഇൻവിറ്റേഷൻ കയ്യിലിരിക്കുമ്പോൾ കൈരളി ചാനൽ ഞാൻ റോമിലേക്ക് കടക്കാൻ സാധ്യത എന്ന് വരെ പ്രചരിപ്പിച്ചു. അതിന് പിന്നിൽ ആ ചാനലിൽ പണ്ട് സെക്യൂരിറ്റി പണി ചെയ്തിരുന്ന ഒരുത്തനായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറെ വിളിച്ചു. ഈ ഡോക്ടർ എന്ന് പറയുന്നത് സരിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദീപ ജോസഫ് രാഹുൽ മാങ്കൂട്ടം ആരോപണങ്ങൾക്കും പരാതികൾക്കും പിന്നിലുള്ള വ്യക്തമായ ഗൂഢാലോചനയുടെ തെളിവുകളാണ് പുറത്തേക്ക് വിടുന്നത്. അയാൾ പറഞ്ഞത് ദീപയുടെ പേരിട്ടത് പാർട്ടി പറഞ്ഞിട്ടാണ് എന്നായിരുന്നു. ആരാടാ നിന്റെ പാർട്ടി? അതിന് അയാൾ പറഞ്ഞ മറുപടി വിചിത്രം. പിന്നീട് പോലീസിൽ നിന്നറിഞ്ഞത് പൊളിറ്റിക്കൽ ലെവലിൽ ഭരണപക്ഷത്ത് നിന്ന് കുപ്പിപ്പാൽ കുടിക്കാതെ പാൽ നേരിട്ട് കുടിക്കുന്ന ഏമാൻ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ പേര് ആഡ് ചെയ്തത് എന്നാണ്. അയാളെ ഞാൻ നേരിട്ടറിയില്ല. എൻ്റെ പോസ്റ്റിൽ ഒരു കൊതിജീവിതയെയും നുണജീവിതയെയും പരാമർശിച്ചിട്ടില്ല. പ്രിയരെ, ഒരു ഭരണപക്ഷം ആളുകളെ എങ്ങനെ ഗൂഢാലോചന വഴി കള്ളക്കേസുകളിൽ കുടുക്കുന്നു എന്നത് നിങ്ങൾ അറിയണം. പച്ചമരത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഉണക്കമരത്തിന് എന്താവും? പലരും ചോദിച്ചു. എന്തിനാ ഒന്നും എഴുതാൻ പോകേണ്ട എന്ന്. പക്ഷേ സത്യങ്ങൾ, ഒരു പാർട്ടിയും അവരുടെ ഗൂഢാലോചനയും ഒരാളെ എങ്ങനെയാണ് നിശബ്ദതയിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്നത് എന്ന് അറിയണം. അതും ഭരണപക്ഷം ജനങ്ങളെ എങ്ങനെ
എന്നറിയുക, ബാക്കി പിന്നീട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ ഒന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുക മാത്രമല്ല, അതിജീവിത പറഞ്ഞ കാര്യങ്ങളെ അത്രയും തള്ളിക്കൊണ്ട് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം കേസിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നതിൻ്റെ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് ദീപ ജോസഫ്. ദീപ ജോസഫ് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രം: ഇങ്ങനെ ഒരു മനുഷ്യനെ വെട്ടി വീഴ്ത്തുന്നതിന് പിന്നിലുള്ള സത്യങ്ങൾ ജനങ്ങൾ അറിയണമെന്നുള്ളതാണ്. അതോടൊപ്പം ഇതിന് പിന്നിൽ എല്ലാ കളികളും കളിച്ചിരിക്കുന്നത് ഡോക്ടർ സരിനാണ് എന്നുള്ള കാര്യമാണ് ദീപ ജോസഫ് വിളിച്ചു പറയുന്നത്. കാരണം ദീപ ജോസഫ് ദീപ ജോസഫിനെ ഇപ്പൊ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. എവിടെ? ദീപ ജോസഫിനെ ഒരു പരാതി സുപ്രീം കോടതിയിലെത്തിയിരുന്നു, ദീപ ജോസഫ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സരിൻ ബന്ധപ്പെട്ടതും സരിൻ്റെ ഭീഷണികളെയും ഒക്കെ തുറന്ന് പറയുകയാണ് ദീപ ജോസഫ്. ഈ തുറന്ന് പറച്ചിലുകൾ അവസാനിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന. ഞാൻ ഇത്രയും വലിയ ഒരു കുറിപ്പ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിൽ വായിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഈ ഗൂഢാലോചനകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്, ജനം സത്യം അറിയേണ്ടതുണ്ട്. ഗൂഢാലോചന പിന്നിൽ നടന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കളിച്ച എല്ലാ കളികളും വളരെ കൃത്യമായ തെളിവുകളടക്കം ജനത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയ ഒരു നീണ്ട കുറിപ്പ് വളരെ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ വായിക്കാനുണ്ടായ കാരണം. അതല്ലെങ്കിൽ എനിക്ക് ആ കുറിപ്പ് വായിച്ച് നോക്കിയിട്ട് അതിൽ ദീപ ജോസഫ് പറയുന്ന ചില കാര്യങ്ങൾ എന്താണ് പോയിന്റ് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മതി. പക്ഷെ അത് പോരാ. ഈ ഗൂഢാലോചനയെക്കുറിച്ച് വളരെ കൃത്യമായി അറിവുള്ള ദീപ ജോസഫ് തൻ്റെ കയ്യിലുള്ള തെളിവുകൾ അടക്കം ഇത്രയും ഡേറ്റും സമയവും വളരെ കൃത്യമായിട്ട് നമുക്ക് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടം നേരിട്ട വേട്ടയാടലുകൾക്ക് പിന്നിൽ വളരെ കൃത്യമായി സരിൻ അടങ്ങുന്ന AKG സെന്ററിൽ നിന്നുള്ള സംഘത്തിൻ്റെ എല്ലാ കളികളുമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കൃത്യമായ തെളിവുകൾ സരിൻ വിളിച്ചതും ദീപ ജോസഫിനോട് സംസാരിച്ചതും അതടക്കമുള്ള ദീപ ജോസഫിനോട് വരും ദിവസങ്ങളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദീപ ജോസഫ് രണ്ടാം പ്രതിയായതും ദീപ ജോസഫിനോട് എതിരെ സുപ്രീം കോടതിയിൽ അധിക്ഷേപത്തിനുള്ള കേസ് വന്നതും ഒക്കെ ഈ പറയുന്ന സരിൻ അടക്കമുള്ള AKG സെന്ററിൽ നിന്നുള്ള വലിയ ഒരു സംഘത്തിൻ്റെ കളികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നു, രാഹുലിൻ്റെ ഭാഗം പറയുന്നു, രാഹുലിന് വേണ്ടി വാദങ്ങൾ പറയുമ്പോൾ ഇത്തരം ഗൂഢാലോചനകൾ തെളിവടക്കം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ദീപ ജോസഫിൻ്റെ ഈ വലിയ പോസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ വായിക്കാനുണ്ടായ കാരണം ഇത് ജനങ്ങൾ അറിയണം. രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെട്ടതാണെന്നും അയാളെ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുത്തതിൽ പ്രധാനി ഡോക്ടർ P സരിനാണെന്നുള്ളതും ജനം അറിയണം. ഈ കളികൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ തന്നെയാണ് ഉദ്ദേശം. വരും ദിവസങ്ങളിൽ എല്ലാ തെളിവുകളും അടക്കം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പല വീഡിയോകളിൽ പല സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ സരിനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തി സരിനാണ്. ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ദുബൈ കേന്ദ്രീകരിച്ചാണ്. ഇതിന് പിന്നിൽ സൗമ്യ സരിന് വ്യക്തമായ പങ്കുകളുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം വിവാദം വളരെ ലൈവാക്കി നിർത്താൻ വേണ്ടി ദുബൈയിൽ നിന്നുള്ള വളരെ വിലപ്പെട്ട ദുബൈയിൽ നിന്നുള്ള 2 പേപ്പട്ടികൾ നിരന്തരം കുരച്ചുകൊണ്ടിരുന്നത്. ഞാൻ വളരെ വിലപ്പെട്ട എന്ന് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ 10-15 മിനിറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിന് 1 ലക്ഷം ദിറംസാണ്. അതാണ് ഞാൻ പറഞ്ഞ വിലപ്പെട്ടത് എന്ന്. അപ്പോൾ ഈ പേപ്പട്ടികൾ നിർത്താതെ കുരച്ചതിന് പിന്നിലും സരിൻ്റെ ഭാര്യ സൗമ്യ സരിനും അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്ന് തെളിവുകൾ അടക്കം ദീപ ജോസഫ് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ ഗൂഢാലോചന സരിൻ്റെ തോൽവിയിലെ പകയാണ്, വൈരാഗ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. തോൽവിയിലെ മാത്രം പകയല്ല, സരിന് നഷ്ടപ്പെട്ടത് വലിയ അവസരമാണ്.
കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സരിൻ ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിച്ചിരുന്നു. അവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നത്. ആ ഒരു ദേഷ്യത്തിൽ, ആ ഒരു ഫ്രസ്ട്രേഷനിൽ സരിൻ എടുത്തു ചാടി പാർട്ടി വിട്ടു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? സരിൻ പാലക്കാട് മത്സരിച്ചെങ്കിലും LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സരിൻ അമ്പേ പരാജയപ്പെട്ടു, 8 നിലയിൽ പൊട്ടി. മാത്രമല്ല, സരിൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പാലക്കാട് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിൽക്കുകയായിരുന്നെങ്കിൽ സരിൻ ഒരു സീറ്റ് ഉറപ്പായിരുന്നു. അത് സരിൻ വിജയിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ സരിൻ്റെ ഗതി എന്താ? പാർട്ടി വിടാൻ പാർട്ടി വിട്ടു. പാലക്കാടാണെങ്കിൽ വിജയിച്ചതുമില്ല. ഇനി ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിച്ചാലും സരിൻ വിജയിക്കില്ല എന്നുള്ള കാര്യവും സരിൻ ഉറപ്പാണ്. ഇത് തന്നെയാണ് സരിൻ്റെ പകക്കും സരിൻ്റെ വൈരാഗ്യത്തിനും എല്ലാം കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ദീപ ജോസഫ് ഇത്ര കൃത്യമായി പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, യഥാർത്ഥടത്ത് എത്തിക്കേണ്ട കാര്യം, ഉത്തരവാദിത്വം നമ്മളുടേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.